സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണെന്ന് പലരും പറയുന്ന അക്ഷയ തൃതീയ ഈ വർഷം ഏപ്രിൽ 19-നാണ് ആഘോഷിക്കുന്നത്. ഈ ദിവസം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ജ്വല്ലറികൾ എല്ലാം തന്നെ കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പരസ്യങ്ങളെല്ലാം കൊടുത്ത് അക്ഷയ തൃതീയ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിവസം നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അന്നേ ദിവസം യവം കൊണ്ട് ഹോമം നടത്തുകയും വിഷ്ണുവിന് അർച്ചന നടത്തുകയും ശിവൻ, ഭഗീരഥൻ മുതലായവരെയും ഗംഗ, കൈലാസം എന്നിവയും പൂജിക്കുകയും ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ അക്ഷയ തൃതീയ എന്ന പുണ്യദിനത്തിൽ പുണ്യകർമ്മങ്ങൾ നടത്തുക, പിതൃതർപ്പണം ചെയ്യുക, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, ഭാഗവത ശ്രവണം ചെയ്യുക, പൂജ, ജപം എന്നിവ നടത്തുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് ആഹാരം കൊടുക്കുക, വസ്ത്രദാനം ചെയ്യുക, സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, കുലദേവതയോട് പ്രാർത്ഥിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ പുരാണങ്ങളെല്ലാം പറയുന്നത്. എന്നാൽ മലയാളികൾക്കിപ്പോൾ അക്ഷയ തൃതീയ എന്നത് കൊള്ളപ്പലിശക്ക് കടം മേടിച്ചിട്ടായാലും സ്വർണം മേടിക്കുന്ന ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. അടുത്ത കാലത്ത് കേരളത്തിലേക്ക് ബുദ്ധിപൂർവ്വം ആരോ കൊണ്ടുവന്ന ഒരു ദുരാചാരമാണ് ഈ അക്ഷയ തൃതീയ. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്നത് കാരണം എല്ലാവരും വെറുക്കുന്ന ഒരാളാണ് ശശികല ടീച്ചർ. എന്നാൽ അക്ഷയ തൃതീയ എന്ന ദിവസം സ്വർണ്ണക്കടകൾ ആഘോഷമാക്കുന്നതിനെതിരെ രംഗത്ത് വന്നതും അവരാണ്. അക്ഷയ തൃതീയക്ക് പ്രചാരം നൽകുന്നതിലൂടെ സ്വർണ്ണ കള്ളക്കടത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഹിന്ദു ഐക്യവേദി അധ്യക്ഷ KP ശശികല ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് ഈ അക്ഷയ തൃതീയ ഇവിടേക്ക് കടന്നു വരുന്നത്? ഒരു 15 വർഷം മുമ്പ് ഈ സ്വർണം വാങ്ങൽ എന്ന ചടങ്ങ് ഇല്ലായിരുന്നു. അതിനു മുൻപ് അക്ഷയ തൃതീയയെപ്പറ്റി അറിയാവുന്നവർക്ക് അത് ദാനം കൊടുക്കാനുള്ള പുണ്യ ദിവസം മാത്രമായിരുന്നു. എന്നാൽ ജ്വല്ലറിക്കാർ വിരിച്ച ആ വലയിൽ നമ്മൾ മലയാളികൾ പോയി കുടുങ്ങി എന്നതാണ് സത്യം. വാണിജ്യം ഉത്തേജിപ്പിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അതിന് ആചാരങ്ങളെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി ഒരു സ്വർണ്ണനിധി ശേഖരിക്കാമായിരുന്നു. ഓരോ ക്ഷേത്രത്തിലും 1-2 പവനുള്ള ധനം സമാഹരിച്ച് ആ നാട്ടിലെ ഏറ്റവും അർഹയായ ഒരു പെൺകുട്ടിക്ക് നൽകാമായിരുന്നു എന്നും ശശികല ടീച്ചർ പറഞ്ഞിരുന്നു. ഈ പറയുന്ന അക്ഷയ തൃതീയ ദിവസത്തിൽ സ്വർണമോ വെള്ളിയോ വാങ്ങിയാൽ ലക്ഷ്മി ദേവി ആ വർഷം മുഴുവൻ അവരോടൊപ്പം ഉണ്ടാവും. അവരിൽ സമ്പത്ത് കുമിഞ്ഞുകൂടും എന്നൊക്കെയാണ് ജ്വല്ലറിക്കാർ പറയുന്നത്. എന്നാൽ സ്വർണം വാങ്ങുന്നവരുടെ കൂടെ പോകുന്ന ലക്ഷ്മി ദേവി സ്വർണം വിൽക്കുന്നവരുടെ അടുത്ത് നിന്നും പിണങ്ങിപ്പോകില്ലേ എന്നതും ഒരു ചോദ്യമാണ്. അപ്പോൾ അക്ഷയ തൃതീയ ദിവസം സ്വർണമോ വെള്ളിയോ ഒക്കെ കണക്കില്ലാതെ വിൽക്കുന്നവരുടെ അടുത്ത് നിന്നും ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകും. അവർ ദരിദ്രരായി മാറും എന്നാണ് കരുതേണ്ടത്. എന്നിട്ടും നമ്മുടെ ഈ ജ്വല്ലറികൾ എത്രയോ പണം മുടക്കിയാണ് സ്വയം നശിക്കാൻ തയ്യാറെടുക്കുന്നത് എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? സ്വന്തം കടയിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയെ സ്വർണം വാങ്ങുന്നവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുകയാണ് അവർ ചെയ്യുന്നത്. അതും ലക്ഷങ്ങൾ ചെലവിട്ട് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട്. നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഈ ജ്വല്ലറിക്കാരെ നമ്മൾ തീർച്ചയായും ആദരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പാപങ്ങളും മുഴുവനായി ഒഴുക്കിക്കളയാൻ പറ്റുന്ന അഴുക്ക് നിറഞ്ഞ നദികൾ നമുക്കുണ്ടായിരുന്നില്ല. കുളിക്കാത്ത, താടിയും മുടിയും നീട്ടി വളർത്തി ജട പിടിച്ച, തുണിയെടുക്കാത്ത സന്യാസിമാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ മുന്നോടിയാണ് വർഷങ്ങൾക്ക് മുന്നേ കടന്നു വന്ന ഈ അക്ഷയ തൃതീയ എന്ന ഭൂലോക തട്ടിപ്പ്. സ്വർണം വാങ്ങുന്നതിൽ തെറ്റ് പറയുന്നില്ല. എന്നാൽ സ്വർണ്ണവില ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാനിങ്ങുകൾ ആവശ്യമാണ്. കാരണം സ്വർണം എന്നത് വെറും ആഭരണമല്ല, മറിച്ച് അത് മികച്ചൊരു നിക്ഷേപം കൂടിയാണ്. ആഭരണങ്ങളായി സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST എന്നിവ അധികമായി നിങ്ങൾക്ക് നൽകേണ്ടി വരും. എന്നാൽ നിക്ഷേപം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഗോൾഡ് കോയിനുകൾ, ബിസ്ക്കറ്റുകൾ എന്നിവ തിരഞ്ഞെടുക്കാം. കൂടാതെ ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് ETF, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവ ആഭരണങ്ങൾക്ക് ലാഭകരമായ നിക്ഷേപ മാർഗങ്ങളാണ്. അക്ഷയ തൃതീയക്ക് ജ്വല്ലറിയിൽ ക്യൂ നിന്ന് സ്വർണം വാങ്ങുന്നതിലും നല്ലത് ഇതൊക്കെയാണ്.